ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വരുന്നത് റമദാൻ 9 വിശേഷങ്ങളും കാര്യങ്ങളും റെസിപ്പികളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിന്ന് വൈകുന്നേരം കിച്ചണിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇന്നൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് എടുക്കട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. നല്ല മധുരമുള്ള ഫ്രൂട്ട് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അതിൽ നിങ്ങൾ പൈനാപ്പിളും പപ്പായയും യൂസ് ചെയ്യുന്ന സമയത്ത് പൈനാപ്പിൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് വിളച്ചതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. പൈനാപ്പിൾ ചിലപ്പോൾ കയ്പ്പ് ടേസ്റ്റ് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ മധുരമുള്ള പൈനാപ്പിൾ ആയാലും അല്ലെങ്കിലും കുറച്ച് പഞ്ചസാരയും വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വിളയിച്ചതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നിങ്ങൾ പപ്പായ ചേർക്കുന്ന സമയത്താണെങ്കിലും പപ്പായ ചേർക്കാം നമുക്ക് ഫ്രൂട്ട് സലാഡിൽ, പക്ഷേ നേരത്തെ തന്നെ ചേർക്കരുത്. നമ്മൾ ഫ്രൂട്ട് സലാഡിന് ഇങ്ങനെ മിക്സ് ആക്കി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സെപ്പറേറ്റ് ആക്കി വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കാം, പക്ഷേ സെപ്പറേറ്റ് ആക്കി വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പൈനാപ്പിൾ ആയാലും ശരി പപ്പായ ആയാലും ശരി അപ്പം ചേർത്ത് കൊടുക്കണ്ട. വിളയിച്ച പൈനാപ്പിൾ ഓക്കെ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാതെ നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്തില്ലേ ആ ഒരു സമയത്ത് പപ്പായയും നല്ല ഫ്രഷ് പപ്പായയും അതുപോലെ തന്നെ പൈനാപ്പിളും അങ്ങനെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നും വരില്ല കേട്ടോ. നമ്മൾ അപ്പം തന്നെ എടുത്ത് യൂസ് ചെയ്യുകയാണല്ലോ, അപ്പോൾ പ്രശ്നം വരില്ല. അപ്പോൾ ഇതാ നമുക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ളതും എടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതിയേ. അപ്പോൾ ഇതാ ഇപ്പോൾ മാങ്ങയൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങിയിട്ടില്ല, എന്നാലും അതിൻ്റെ ആ ഒരു ഗുണമൊക്കെ കുറവായിരിക്കും. ഗുണം മീൻസ് നല്ല ടേസ്റ്റുള്ള മാങ്ങകളും നല്ല മധുരമുള്ള മാങ്ങകളൊന്നും ആയിട്ടില്ല. കുഴപ്പമില്ല, ഓക്കെ. നമ്മൾ മാങ്ങേൻ്റെ ആ ഒരു ഇതിന് കഴിക്കുക എന്ന് മാത്രം. കഴിഞ്ഞ തവണയും എല്ലാ തവണയൊക്കെ നോമ്പിന് നല്ല മാങ്ങേൻ്റെ ആ ഒരു സമയമായിരിക്കും. മാങ്ങ നന്നായിട്ട് കിട്ടും. ആ ഒരു സമയത്ത് നമ്മൾ മാങ്ങ വെച്ചിട്ടൊക്കെ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങ മാത്രം വെച്ചിട്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കാം. അതായത് കസ്റ്റേർഡിൻ്റെ പകരം നമുക്ക് മാങ്ങ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, നമുക്ക് ഇനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ടെണ്ണം ഓൾറെഡി കാണിച്ചു. നിങ്ങൾക്ക് ഇത് ഞാൻ ഈ കാണിക്കുന്ന പുഡിങ്ങും സോറി കേട്ടോ, പുഡിങ് അല്ല, ഫ്രൂട്ട് സലാഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിന് ഇതൊക്കെ മസ്റ്റ് ആയിരിക്കും. കാരണം പുഡിങ്ങും ഫ്രൂട്ട് സലാഡും കാര്യങ്ങളൊക്കെ അത്രയും ചൂടും ഒക്കെ ഉള്ളത്. ശരിക്കും നമ്മൾ ഈ ഫ്രൂട്ട് സലാഡ് ഞാനങ്ങനെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഉണ്ടാക്കുന്നത്. അല്ലാത്ത സമയത്ത് ഉണ്ടാക്കും, ഞാൻ റെസിപ്പി ആയിട്ടൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അങ്ങനെ ഫ്രൂട്ട് സലാഡ് കഴിക്കലില്ല കേട്ടോ, ഉണ്ടാക്കലുമില്ല. എനിക്ക് അത്ര ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഈ കസ്റ്റാർഡിൻ്റെ ആ ഒരു ടേസ്റ്റുള്ള ഫ്രൂട്ട് സലാഡ് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ നിൽക്കലേ ഇല്ല, അല്ലാത്തതും ഉണ്ടാക്കാൻ നിൽക്കില്ല. പക്ഷേ ഇപ്രാവശ്യം ഒരു തവണ ഉണ്ടാക്കി നോക്കുമ്പോൾ ആ ഒരു ചൂടിൻ്റെ ആ ഒരു ഇത് കൊണ്ടൊക്കെ തോന്നുന്നു, അതൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല ശരീരത്തിനൊരു സുഖം കിട്ടുന്നത്. അപ്പോൾ മാക്സിമം മധുരമൊക്കെ കുറച്ചിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളതിലൊക്കെ മധുരമൊക്കെ കുറച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നു. കുറേ ഫ്രൂട്ട്സ് നമ്മളകത്തേക്ക് ചെല്ലും, മധുരത്തിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. 2 ഗ്രേപ്സ് എടുത്തു. ഗ്രേപ്സ് ഇന്ന് ഞാൻ എടുത്തിട്ട് ഈ കുരു ഉള്ളതാണ് കേട്ടോ. അപ്പോൾ കുരു ഇല്ലാത്തത് എടുത്താൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇതിപ്പോൾ നാടൻ എൻ്റെ കയ്യിലുള്ളത് ആ ഒരു കളർഫുള്ളാവാൻ വേണ്ടിയിട്ട് എടുത്തേ ഉള്ളൂ. അതെടുത്തിട്ടുണ്ട്. ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, 2 ഗ്രേപ്സ്, കുറച്ച് സ്ട്രോബെറി അതും കൂടെ
ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡെക്കറേഷനായിട്ട് നമ്മൾ കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സ് ഇതിൽ നിന്ന് ഒരു പിടി അത്രയും മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഒരു ഈസി പീസി ഫ്രൂട്ട് സലാഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം ഒരു ഒരു കപ്പ് നിങ്ങൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതിനനുസരിച്ച് കേട്ടോ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതാണ് നമ്മൾ ക്രീമായിട്ട് വരുന്നത്, അതായത് നമ്മൾ കസ്റ്റേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. പിന്നെ മധുരത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടുക കേട്ടോ. ഭയങ്കര ടേസ്റ്റിലെ എന്നാൽ എളുപ്പത്തിൽ നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്നുള്ളൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ സ്വീറ്റ്സ് കൊടുക്കുക, നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും അല്ലേ, നമുക്ക് ടൈമും ചിലപ്പോൾ കിട്ടില്ല. ആ ഒരു ടൈമിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ 2 ഫ്രൂട്ട്സ് അങ്ങ് കട്ട് ചെയ്തിട്ടിട്ട് ഇതിൽ നിങ്ങൾക്ക് പഴമൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് കയ്യിലുള്ള എന്തെങ്കിലും 1-2 ഫ്രൂട്ട്സ് എടുത്തിട്ട് 2 ബൗളാക്കിയിട്ട് ഇങ്ങനത്തെ ഈ ക്രീമും കൂടെ കുറച്ച് ആക്കി കൊടുത്താൽ നമ്മുടെ ഫ്രൂട്ട് സലാഡ് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ കസ്റ്റാർഡിനൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റിച്ച് ഫ്രൂട്ട് സലാഡ് എന്നൊക്കെ പറയാം കേട്ടോ ഇതിനെ. അധികം എന്താ പറയുക, ഭയങ്കര ഫ്ലേവറിൻ്റെ കുത്തും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഫ്രഷ് ക്രീമിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ, അതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ചെന്നാലുള്ള ടേസ്റ്റ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. നല്ല റിച്ച് ഒരു ഫ്രൂട്ട് സലാഡ് തന്നെയാണിത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ കസ്കസ് ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു 2 മിനിറ്റ് കുറച്ച് പച്ചവെള്ളത്തിൽ കുതിരാൻ വെച്ചതിന് കുതിരുമ്പോൾ തന്നെ നല്ല ഇങ്ങനെ ഫ്ലഫി ആയിട്ട് ഇങ്ങനെ വന്നോളും. അത് കുറച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതും നമ്മുടെ ശരീരമൊക്കെ തണുപ്പിക്കാനും ഭയങ്കര നല്ലതാണ് കേട്ടോ, നമ്മൾ ഹെൽത്തിന് ഭയങ്കര നന്നായിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഡേറ്റ്സ് ചെറിയ പീസാക്കി ചേർത്ത് കൊടുക്കുക, നട്ട്സ് അതെന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ പിസ്ത, കാഷ്യൂനട്ട്, കിസ്മിസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്താലും അതൊക്കെ ഒരു കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതന്നെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും, നമുക്ക് 3 കഴിക്കുന്നതിനേക്കാളും കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് കാണാനുള്ളൊരു ഭംഗിക്ക് മുകളിലും കൂടെ ഇങ്ങനത്തെ ഈ ഒരു സാധനം കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ, കഴിക്കാനും അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ബൗളിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട് അതുപോലെ മാറ്റി വെച്ചിട്ട് കളർഫുള്ളായിട്ട്, ഇതിപ്പോൾ നമ്മളതിൽ മിക്സ് ആക്കിയിട്ടുള്ളതല്ലേ, അതിന് മുകളിൽ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ. അല്ലെങ്കിലും നല്ല കളർഫുൾ തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. അപ്പോൾ അത് ആദ്യം തന്നെ ചെയ്ത് കൊടുത്താൽ നല്ല തണുത്ത് നല്ല ചില്ലായിട്ടുള്ള സംഭവം നമുക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെടുത്ത് വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്തില്ലേ, ആ ഫ്രൂട്ട് സലാഡ് ഉണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ഫ്രൂട്ട്സിൻ്റെ ആവശ്യം പിന്നെ അധികം വരുന്നില്ല കേട്ടോ. നമ്മൾ വേറെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം അധികം വരില്ല. കുറച്ച് നമ്മളിപ്പോൾ ഇഫ്താർ പാർട്ടി അല്ലാതെ നമ്മളിപ്പോൾ വേസ്റ്റ് ആക്കില്ലല്ലോ. ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്രൂട്ട് സലാഡും കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് കട്ടിങ് ഫ്രൂട്ട്സ് കുറച്ചൊന്ന് കുറയ്ക്കുക, കാരണം ഇത് തന്നെ എല്ലാവരും നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഇനി ഞാൻ നമ്മളെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മക്രോണി ഒന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ അതവിടെ വെള്ളം തിളച്ച് വരട്ടെ, ഒന്ന് ചൂടായിട്ട് വരട്ടെ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ മയാസ് ഹന്നയിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള കുറച്ച് ഐറ്റംസാണ്. ഇതെല്ലാം ഓർഗാനിക് പ്രൊഡക്റ്റാണ് കേട്ടോ, പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാതെ അവരുണ്ടാക്കുന്ന ഐറ്റംസാണ് ഇതെല്ലാം. ഇത് ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരുന്നത് ലിപ് ബാമാണ് കേട്ടോ. ലിപ് ബാം നമ്മുടെ ബീട്രൂട്ടിൻ്റെ ലിപ് ബാമാണ്, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്കറിയാം. ഇവർ ബീട്രൂട്ട് പൗഡർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിലും നൈറ്റ് സമയത്ത് അല്ലെങ്കിൽ രാവിലെ പിന്നെ നമ്മളതിൻ്റെ ആദ്യം ഇത് ആക്കിയിട്ട് ബാക്കിയുള്ള യൂസ് ചെയ്യാൻ നമ്മൾ ലിപ്പിന് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി സാധനമാണ് ഇതൊരു ബീട്രൂട്ടിൻ്റെ ലിപ് ബാം എന്ന് പറയുന്നത്. ഭയങ്കര കളറൊന്നുമില്ല, പക്ഷേ നമ്മളെ ലിപ്പിന് നന്നായിട്ട് കെയർ ചെയ്യും കേട്ടോ. പിന്നെ ഒരു അലോവേര ജെല്ല് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗോട്ട് മിൽക്ക് സോപ്പ് കേട്ടോ, ആട്ടിൻ പാല് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സോപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഓർഗാനിക്കാണ്. നമുക്ക് അതുപോലെ തന്നെ ടെർമറിക് സോപ്പ്, മഞ്ഞൾ സോപ്പ് കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് വേറെയും എന്താ പറയുക ചെമ്പരത്തി
ശംഖുപുഷ്പം, ഷിയ ബട്ടർ ഇതിൻ്റെ എല്ലാം സോപ്പ് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. പിന്നെ അതാ ഒരു സ്കിൻ വൈറ്റനിങ് ഓയിലാണ് കേട്ടോ. നമ്മളെ സ്കിന്നിലും ഫേസിലും ഒക്കെ ഇത് തേച്ച് കൊടുക്കുക. ഈ സ്കിൻ വൈറ്റനിങ് ഓയിൽ നമുക്ക് ഫേസിൽ ഒരു 4-5 മിനിറ്റ് ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ് കേട്ടത്. അത് ഇട്ട് കൊടുത്തിട്ട് അതൊരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അലോവേര ജെല്ല് ഒരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര നല്ല നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആക്കും കേട്ടോ. നല്ല ഉള്ളതിൽ നിന്ന് ഒന്നും കൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കിയിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടി നമ്മുടെ സ്കിന്ന് നല്ലോണം എന്താ പറയുക ഒരു കെയർ ചെയ്യുന്നവർക്കൊക്കെ അടിപൊളി പ്രോഡക്റ്റാണ് അലോവേര ജെല്ല്. എല്ലാവർക്കും അറിയാമല്ലോ, വേറെ കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല. പിന്നെ ഇതാ അവരുടെ തന്നെ ഒരു ഹെയർ പാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നീലയാമ്പരിപ്പൊടി, ഇൻഡിഗോ പൗഡറില്ലേ അത്, പിന്നെ ടെർമറിക് പൗഡർ, പിന്നെ ഹെന്ന പൗഡർ. ഇത്രയും ഐറ്റംസാണ് കേട്ടോ. ടെർമറിക് പൗഡറൊക്കെ ശരിക്കും അവർ തൊലിയെല്ലാം കളഞ്ഞ് പൊടിച്ച് എടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഫേസിലൊക്കെ ചിലർക്കൊരു ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരില്ലേ, നമുക്കൊരു ചൊറിച്ചിലും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. എല്ലാവർക്കും ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഹെയർ പാക്ക്, ആ ഹെയർ പാക്ക് നമുക്ക് യൂസ് ചെയ്തിട്ട് അലോവേര ജെല്ലും അപ്ലൈ ചെയ്ത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെന്ന വരുന്നുണ്ട്. ബ്ലാക്ക് ഹെന്ന നെയിലും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹെയർ എല്ലാം ബ്ലാക്ക് ആക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വെള്ളം ചേരാത്ത പ്രശ്നമോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. കെമിക്കലായിട്ടൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇതാ കോണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈദൊക്കെ വരികയല്ലേ, അപ്പോൾ ഇതാ നല്ല അടിപൊളി കോണാണ് കേട്ടോ. നല്ല കളറ് നെയിൽ കോണും വരുന്നുണ്ട്. അതുപോലെ തന്നെ കയ്യിൽ ഉള്ളിൽ ഇടാൻ പറ്റുന്ന അതും വരുന്നുണ്ട് കേട്ടോ. നല്ല കളർ കിട്ടുന്നതാണ് കേട്ടോ. കെമിക്കലും കാര്യത്തിലൊന്നും നമസ്കാരത്തിലൊന്നും ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും വരാത്ത മെഹന്തിയാണ്. ധൈര്യമായിട്ട് യൂസ് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതിലുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഇൻസ്റ്റാ ലിങ്കും അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റായിട്ടും കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോ, വാങ്ങിക്കോ കേട്ടോ. എല്ലാം ഓർഗാനിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഒരു പേടിക്കണ്ട. പിന്നെ ജെൻസിനും ലേഡീസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ എല്ലാം വരുന്നത്. പിന്നെ എല്ലാം ഓർഗാനിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാതെ യൂസ് ചെയ്യുകയും ചെയ്യും. എല്ലാം നമുക്ക് നിത്യ ഉപയോഗ നമ്മൾ സ്കിന്നിനും ബോഡിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് താനും. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമുള്ളവർ. ഇനിയിപ്പോൾ ഇതാ എൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ മക്രോണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് മക്രോണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ഭയങ്കര ഈസി ആയിട്ടുള്ള സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ വീഡിയോയിൽ ഇതിൽ റെസിപ്പിയെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സമൂസേൻ്റെ മസാല ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയത് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കോമൺ മസാല ഉണ്ടാക്കുക. ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മളെ മസാല കേട്ടോ. ഇതിലിപ്പോൾ ഞാനതൊന്നും ചേർത്തിട്ടില്ല, എൻ്റെ സമൂസേൻ്റെ മസാലയാണല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മക്രോണിയും കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്പൈസിനെസ് കുറച്ചും ഇങ്ങോട്ടേക്ക് മക്രോണിയിലേക്കും കൂടെ ഉള്ളത് വേണം. അതുകൊണ്ടാണ് നമ്മൾ പെപ്പർ പൗഡറും മുളക് പൊടിയും കുറച്ച് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങളെ എരിവിനനുസരിച്ച്. അപ്പോൾ ഇനി ആ ഒരു മസാല ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ എടുത്ത മസാലയിലേക്ക് ഒരു 4 എഗ്ഗ് ഞാൻ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ആ ഒരു അളവിലുള്ള മസാല എൻ്റെ അടുത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി വലുതാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, ക്വാണ്ടിറ്റി കുറച്ചുകൂടി ഉണ്ടെങ്കിൽ 5-6 എഗ്ഗൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു ഒരു ചെറിയ ഭയങ്കര ചെറുതല്ല, എന്നാലും നമുക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ള ഒരു പോളയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 എഗ്ഗ് ഞാൻ പൊട്ടിച്ച് വെച്ചേ. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ സമൂസേൻ്റെ മസാലയല്ലേ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് സ്പൈസിനെസ് കാര്യങ്ങളൊന്നും മക്രോണിയിലേക്ക് ഉള്ളതും കൂടെ ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണേ. കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം മുളക് പൊടി ഇടാൻ പറ്റില്ലല്ലോ, നമ്മൾ മസാല വഴറ്റുമ്പോൾ ഇടുന്ന പോലെയല്ലല്ലോ ഇപ്പോൾ ഇട്ടാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് മസാല ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ വഴറ്റി ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ നമ്മൾ എഗ്ഗിലേക്ക് വേണ്ടിയിട്ട് മസാലയിൽ ഓൾറെഡി ഉപ്പുണ്ട്, എഗ്ഗിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എഗ്ഗ് ഇതിൽ കണക്കാക്കേണ്ടത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇത് മിക്സ് ചെയ്യുക, വെറുതെ ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ മതി. ആ ഉപ്പും എല്ലാം യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എഗ്ഗെല്ലാം. എന്നിട്ട് നമ്മൾ മക്രോണി കുക്കായതിന് ശേഷം അത് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കൂലേ, ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്രേവി ഇതുപോലെ ഈ ഒരു ലൂസ് ഇങ്ങനെ വേണം, അല്ലാണ്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കരുത്. അപ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല നമ്മളെ പോളക്ക്. അപ്പോൾ ഈ ഒരു ലൂസിൽ ഞാൻ കാണിച്ചു തരാം. ആ ഒരു രീതിയിലാണെങ്കിൽ നല്ല ടെസ്റ്റ് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. എന്നാൽ പിന്നെ അത് ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു എഗ്ഗും കൂടെ ആഡ് ചെയ്ത് കൊടുത്തോ.
ഇച്ചിരി ആ ഒരു ഗ്രേവി ടൈപ്പായിട്ടാണ് നമുക്ക് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാ നമ്മൾ മക്രോണി നല്ല അത്യാവശ്യം നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ നമ്മളെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മക്രോണി വേവിക്കില്ലേ, അതുപോലെ തന്നെ കേട്ടോ. ഞാൻ ഉപ്പിട്ടിട്ടാണ് ഇപ്പോൾ വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാ ഐറ്റംസിലും നമ്മൾ ഉപ്പ് ഓൾറെഡി ഇട്ട് കൊടുത്തു. ഇനി മൊത്തത്തിലൊന്ന് മിക്സ് ആക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ചിക്കൻ യൂസ് ചെയ്യുക, ബീഫ് യൂസ് ചെയ്യുക, ഫിഷ് യൂസ് ചെയ്യുക, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അതുപോലെ തന്നെ വെജിറ്റേറിയൻസ്, എഗ്ഗ് കഴിക്കുന്ന വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക കേട്ടോ. ആ ഒരു ചിക്കനൊക്കെ പകരം മഷ്റൂം, പനീർ അങ്ങനത്തെ ഒക്കെ ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ. അപ്പോൾ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി നോക്കുക കേട്ടോ. ടൈറ്റല്ല, ഒരു ഗ്രേവി ഈ ഒരു ഗ്രേവി പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുക. ഇല്ലെങ്കിൽ ടൈറ്റ് ആണെങ്കിൽ ഒരു എഗ്ഗും കൂടെ ആഡ് ചെയ്ത് കൊടുത്തോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചു. അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് 1 ടീസ്പൂൺ കേട്ടോ, അത്രയും മതി. കൊടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ളൊരു ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക, ഒന്ന് നിരത്തി കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ വേറൊരു തട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴത്തേക്കും തന്നെ റെഡി ആയി വരും കേട്ടോ. പിന്നെ നിങ്ങളെ പാത്രത്തിൻ്റെ ചിലപ്പോൾ ഹൈറ്റ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെ ചെറിയ 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റം വരും. എന്നാലും മാക്സിമം 15 മിനിറ്റിനുള്ളിൽ റെഡി ആയിക്കോട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഒഴിച്ചതിന് ശേഷം വേറൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ആ ഒരു ഹോൾസില്ലേ അത് അടച്ചു കൊടുക്കാനും വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. കുഴപ്പമില്ല, പക്ഷെ നമുക്ക് കുറച്ചുകൂടി സമയം എടുക്കും, അത്രയേ ഉള്ളൂ. ഞാനൊരു ഗ്രാമ്പ് വെച്ചിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും കേട്ടോ. കുറേ അങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ മുകൾ ഭാഗമല്ലേ അതിങ്ങനെ ഉറച്ച് വരും നമ്മൾ തൊടുന്ന സമയത്ത്. അതാണ് ഇതിൻ്റെ കണക്ക്. ഇനിയിപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളും മസാല പൗഡർ എടുത്തതും അതൊക്കെ ഒന്ന് തിരിച്ച് എടുത്ത് വെക്കട്ടെ. എന്നാലാണ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ കുക്കിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞു പോകണ്ടേ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലൊക്കെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓടിപ്പടിഞ്ഞ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളെ ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചെറുതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ കേട്ടോ, മുകൾ ഭാഗം ഉറച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് ടൈം വെറുതെ വെച്ച് കൊടുക്കരുത്. ഉറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനൊക്കെ ഈസിയാണ് കേട്ടോ. പൊട്ടിപ്പോവും, ഒന്നുമില്ല. അത് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്ലേറ്റിലേക്ക് ഇടുക. ആ പ്ലേറ്റ് കൊണ്ട് തന്നെ തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് കുക്കാവാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നൊരു ഓയിലൊന്ന് സ്പ്രേ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് മല്ലിയില അതൊക്കെ ഞാനതിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത സമയത്ത് മക്രോണി ഇട്ടപ്പോൾ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ടേസ്റ്റ് കൂട്ടും കേട്ടോ ഇതിന്. പിന്നെ നമ്മൾ ഇത് പാനിൽ ഒഴിച്ചതിന് ശേഷം വേണമെങ്കിൽ മല്ലിയില അങ്ങനത്തതൊക്കെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കണ്ടോ, അല്ലാണ്ട് തന്നെ ഈ മക്രോണി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചില്ലി ഫ്ലേക്സ് ഒക്കെ മുകളിൽ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ ഒരു ഭംഗി ഉണ്ടാവും. ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല രസമാട്ടോ കാണാനും. ഇത് ശരിക്കും നമുക്ക് സ്വീറ്റായിട്ടും ഉണ്ടാക്കാം കേട്ടോ. കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ തേങ്ങ പഞ്ചസാരൻ്റെ ആ ഒരു പണ്ടുണ്ടാക്കുമല്ലോ നമ്മൾ, അത് അല്ലെങ്കിൽ പഴം വെച്ചിട്ടുള്ളൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് മക്രോണി വെച്ചിട്ട് എഗ്ഗ് വെച്ചിട്ട് ആ ഒരു നോക്കട്ടെ. ഞാൻ എന്തെങ്കിലും സ്വീറ്റായിട്ട്, നമ്മൾ അധികം സ്പൈസി ആയിട്ടല്ലേ ഉണ്ടാക്കുക. സ്വീറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. സ്വീറ്റായിട്ട് നമ്മളിതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റാക്ക്. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ അധികവും ഇഷ്ടം സ്പൈസി അല്ലെങ്കിലും എന്നാലും ഇങ്ങനത്തെ മസാല സംഭവങ്ങളല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ നൈസ് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നൈസ് പത്തിരിയും ചിക്കൻ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ചിക്കൻ മുളകിട്ടതില്ലേ, അതാണ് കേട്ടോ. കുറച്ച് തേങ്ങ അരച്ച കറിയും അതും ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു മുളകിട്ട കറിയൊക്കെ കൂട്ടാനൊരു ആഗ്രഹം. പിന്നെ ചിക്കൻ മുളകിട്ടതും പത്തിരിയും നല്ല കോമ്പിനേഷൻ അല്ലേ, അല്ലെങ്കിൽ ദോശ അങ്ങനത്തതൊക്കെ. അപ്പോൾ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, നൈസ് പത്തിരി. പത്തിരി ഞാൻ ഉണ്ടാക്കിയെടുത്തു. 1.5 കപ്പ് പത്തിരിപ്പൊടി എടുത്ത് ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ പകുതി ഇത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് രാത്രിയിലേക്ക് വേണ്ടത്, വൈകുന്നേരത്തേക്ക് വേണ്ടത് ബാക്കി പരത്തിയിട്ട്, ഇത് ഞാനിപ്പോൾ പൊടിയൊന്നും ആക്കാതെ പരത്തിയെടുത്തിട്ടുള്ളതാണ്. ബാക്കി ഞാൻ ജസ്റ്റ് പൊടി തട്ടി എടുത്തിട്ട്
ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു ബോക്സിലേക്ക് ആക്കി നമുക്ക് പുലർച്ചെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ കറിയും കൂടെ ആക്കുകയാണ്. സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മളെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. കുറച്ച് ഒരു 2 പിഞ്ച് ഉലുവ ചേർത്ത് കൊടുത്തു. ഒരു 2 പിഞ്ച് വലിയ ജീരകം ചേർത്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നമ്മൾ പച്ചമുളകൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് ഞാൻ ആദ്യം വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തത്. എന്നിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ഇതൊരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവും, അത് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത്, എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു വിസിലും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി. ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നൊരു മുളകിട്ട കറിയാണ് കേട്ടത്. നിങ്ങൾക്ക് ഗരം മസാലയ്ക്ക് പകരം വേണമെങ്കിൽ ഒരു കഷ്ണം പട്ട, ഒരു കഷ്ണം ഗ്രാമ്പൂ ഒക്കെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതേ ടേസ്റ്റ് തന്നെ കിട്ടും. നമ്മളിവിടെ ഈ ഒരു ചിക്കൻ മുളകിട്ടതും നമ്മൾ നെയ്പത്തിരി, ഈ നെയ്പത്തിരി എന്ന് പറഞ്ഞാൽ വേറെയല്ല, നമ്മൾ വയനാട് നെയ്പത്തിരി ഉണ്ടാക്കിയിട്ടില്ലേ പത്തിരിപ്പൊടി കൊണ്ട്, ആ ഒരു നെയ്പത്തിരി ഈ ചിക്കൻ മുളകിട്ടതാണ് കേട്ടോ. നമ്മളെ പുതിയ അപ്പളമാരൊക്കെ വരില്ലേ, പെട്ടെന്ന് ഇപ്പോൾ നമ്മളെ വീട്ടിലേക്ക്, ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പെട്ടെന്ന് റഫിക കയറി ചെല്ലൂലേ, നമ്മൾ രണ്ടാളും കൂടെ കയറി ചെല്ലുമ്പോൾ അങ്ങനെ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന എല്ലാ വീട്ടിലും കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കുന്ന ബേക്കറി കൊടുക്കൂലല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കുന്ന നമ്മളെ വയനാടൻ വീടുകളിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റമാണ് ആ ഒരു നെയ്പത്തിരിയും എന്താ പറയുക ഈ ഒരു ചിക്കൻ മുളക് കിട്ടുന്നതും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് നിൽക്കാൻ കഴിയില്ല, അത്രയും ടേസ്റ്റാണ്. ഓരോ നാട്ടിലും ഓരോ രീതികളുണ്ടാവില്ല, അപ്പോൾ ഇവിടുത്തത് അതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കറി അവിടെ റെഡി ആവുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് സമൂസ, കഴിഞ്ഞ ദിവസത്തെ കുറച്ച് സമൂസ ഒന്ന് ഫില്ല് ചെയ്തത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ പാനിൽ ചുട്ടെടുക്കൂലേ, അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ഹൈ ഫ്ലെയിമിൽ പാന് വെച്ചിട്ട് പിന്നെ നന്നായിട്ട് ചൂടായി, എണ്ണയും ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ സമൂസ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് വെക്കുക. ഒരു ഭാഗം പിന്നെയും തിരിച്ചിട്ടിട്ട് അടുത്ത ഭാഗം കൂടെ കുക്ക് ചെയ്താൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഓയിലൊന്നും ഫ്രൈ ചെയ്യാതെ തന്നെ നല്ല അതുപോലെയുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഓയിലൊന്നും അധികം യൂസ് ചെയ്യണ്ട. ഇത് കണ്ടോ, നല്ല ചൂടുണ്ട് കേട്ടോ. ഉണ്ടാവും പൊട്ടുമ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുക. കണ്ടാൽ പറയും നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടില്ല എന്ന്. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ ഡിഷുകളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇനി കുറച്ച് തിരക്കായിട്ടുണ്ട് കേട്ടോ. വേഗം ജ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. കാര്യം നമ്മൾ അസ്ര നമസ്കാരത്തിന് ശേഷം 4:00 ഞാൻ കിച്ചണിലേക്ക് വന്നത്. എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു മിനിറ്റ് ഇതൊന്ന് പറഞ്ഞു തരാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. നമ്മളെ കുക്കുംബറില്ലേ, കക്കരി, അത് ഒന്ന് പീൽ ചെയ്തിട്ട് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് പാലും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കുക്കുംബറാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പാല് മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുക, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. നമുക്ക് പാല് യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ. കുക്കുംബർ ഇട്ട് കൊടുക്കുക, വെള്ളം ഇട്ട് കൊടുക്കുക, കുറച്ച് മിൻറ്റ് ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 1/2 ലെമണും കൂടെ പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അത് അരിച്ചെടുക്കുക, കുറച്ച് ലൂസായിട്ട്. അപ്പോൾ ഈ പാലിൻ്റെ ഈ ഒരു കളറല്ല ഉണ്ടാവുക, ഒരു ഗ്രീൻ കളറിൽ. അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ശരീരമൊക്കെ ഈ ചൂടിനെയൊക്കെ ഒന്ന് ശമിപ്പിക്കാനൊക്കെ അടിപൊളിയാണ്. ശരീരം തണുപ്പിക്കുന്ന ഐറ്റമാണ് കുക്കുംബർ. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു ഐറ്റം കൂടെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. സമൂസ, നമ്മളെ പോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെയൊക്കെ കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും ഒക്കെ നല്ല നല്ല കമൻറ്റും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട്, വെറൈറ്റി റെസിപ്പീസ് അങ്ങനെല്ലാം പറഞ്ഞിട്ട് നല്ല നല്ല കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കമൻറ്റും നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ അടുത്ത ദിവസം പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും വീഡിയോ കാണുമ്പോൾ. പക്ഷേ കമൻറ്റും റിപ്ലൈ എനിക്ക് തരാൻ എനിക്ക് സമയമേ കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഇതും കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെയും ഫോണിൽ തന്നെ ഇരിക്കുമ്പോൾ അത്രയും സമയം പിന്നെയും പോവല്ലേ. നമുക്ക് നല്ല നല്ല ദിവസങ്ങളിൽ, നല്ല മാസത്തിൽ നമ്മൾ പിന്നെയും ഫോണിൽ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് കേട്ടോ. സോറി. അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന
എല്ലാവരോടും താങ്ക് യു സോ മച്ച് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ. നമ്മൾ അടുത്ത ദിവസം പിന്നെയും വീഡിയോ എടുക്കാനും അത് കുറച്ച് റിസ്ക് ആണെങ്കിലും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യാനും ഒക്കെ തോന്നും കേട്ടോ അങ്ങനെ കാണുമ്പോൾ. അല്ലാതെ വ്യൂസ് കുറയുമ്പോൾ നമുക്ക് നിങ്ങൾ കാണാതിരിക്കുമ്പോൾ, നിങ്ങളെ കമൻറ്റ് വരാതിരിക്കുമ്പോൾ അപ്പോൾ അത് നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ ഇതാ നമ്മളെ പോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഈ പോള കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പിസയൊക്കെ കട്ട് ചെയ്യില്ല, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു കുഞ്ഞു കുഞ്ഞു പീസായിട്ട്, കാരണം പിസ്സ കട്ട് ചെയ്യുമ്പോൾ നമുക്കത് ചെറിയ ക്വാണ്ടിറ്റി അല്ലേ, ഇത് നല്ലോണം കട്ടി ഉണ്ടാവും, അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്യാം, ഒരു സ്റ്റൈലാക്കിയിട്ട് വേണമെങ്കിൽ. പക്ഷേ ചെറിയ ചെറിയ പീസ് നമ്മൾ ചെറുപ്പത്തിരി ഇറച്ചിപ്പത്തിരിയൊക്കെ മുറിക്കൂലേ, അതുപോലെ കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടെ ബെറ്റർ. നമുക്ക് നോമ്പിനൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്നിനി ഒന്ന് പ്ലേറ്റ് ചെയ്യട്ടെ. നല്ല രസമല്ലേ കാണാൻ, നല്ല കളർഫുള്ളായിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അതിന് തുറന്നു നോക്കാനൊന്നുമില്ല, നല്ല കറക്റ്റായിരിക്കും. അപ്പോൾ അത്യാവശ്യം ഗ്രേവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിക്കനൊക്കെ കുക്കായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ വേറൊരു റിച്ച് കറിയായി കിട്ടും കേട്ടോ. അതൊക്കെ നിങ്ങളിഷ്ടം. അപ്പോൾ റഫീക്ക് അത് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. ഇനി ടേബിളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മൾ 9ാമത്തെ നോമ്പ് നല്ല റാഹത്തായിട്ട് തന്നെ തുറന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റമദാൻ നല്ല റാഹത്തായിട്ട് തന്നെ നല്ല സമാധാനത്തോടു കൂടി നല്ല സന്തോഷത്തോടു കൂടിയിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെന്താ, നമ്മളും നല്ല റാഹത്തായിട്ട് തന്നെ പോകുന്നു കേട്ടോ. ശരീരത്തിന് വെള്ളമൊക്കെ നന്നായിട്ട് കൊടുക്കുക, വെള്ളവും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക. നമ്മൾ എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഈ ഒരു കാലാവസ്ഥയും കൊണ്ട് കേട്ടോ കുറേയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ട്, നമ്മളും നമ്മളെ കുട്ടികളും കുടിക്കുന്നുണ്ട് എന്ന് നന്നായിട്ട് തന്നെ ഉറപ്പ് വരുത്തുക കേട്ടോ. ഒരു ബോട്ടിലിൽ വെള്ളമൊക്കെ ഓരോരുത്തർക്ക് ഓരോ ബോട്ടിലിൽ വെള്ളം കുട്ടികൾക്ക് നമ്മൾ പിന്നെയും ശ്രദ്ധിക്കുമല്ലോ, വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരത് കിടക്കുന്നതിന് മുമ്പ് അത് ഫില്ല് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാവിലെയും ഇത്ര അളവിൽ നമ്മൾ അവരെ വെള്ളം കുടിപ്പിക്കുക കേട്ടോ. അതൊരു ചാലഞ്ചായിട്ട് ഒരു നല്ല തമാശയിലൂടെ ഒരു കളികളിലൂടെയൊക്കെ കുട്ടികളെ ഒന്ന് പറഞ്ഞ് റെഡിയാക്കി എടുത്തിട്ട് അവർ കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. നമ്മൾ ഹവ്വയും തനു ഒക്കെ നോമ്പെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹവ്വനോടും തനുവിനോടും നോമ്പെടുത്താൽ ഇത്ര പറഞ്ഞു കൊടുത്തിട്ട്, എന്നിട്ട് പറഞ്ഞു ഇത്ര നോമ്പെടുത്താൽ ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹവ്വ ഭയങ്കര ത്രില്ലിലാണ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ അവരെ കാണിക്കുമ്പോൾ പറയാം കേട്ടോ.
പിന്നെന്താ കുട്ടികളൊക്കെ നോമ്പെടുക്കുമ്പോൾ പാവം തോന്നും ശരിക്കും. പക്ഷേ അത് നമുക്കതൊരു ശീലമായിട്ട് വരണമല്ലോ. പിന്നെ പടച്ചോന് അവർക്കൊക്കെ അവർക്കും വലിയവർക്കും എല്ലാവർക്കും അതിനുള്ളൊരു ശക്തി തരും. അല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. മറന്നേ പോവല്ലേ. നിങ്ങളെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.